നമസ്കാരം. ഒരു നടൻ്റെ ഭാര്യയെ ഒളിച്ചോടിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണത് ഇങ്ങനെ വാർത്തയാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ പിന്നിൽ ചില സൈക്കോളജികളുണ്ട്. ഇതിനു മുമ്പും ഞാൻ അതിനെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ എൻ്റെ പഴയ വീഡിയോകളിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനി പറയാം. വൈകാതെ തന്നെ ഒരു വീഡിയോ അതേക്കുറിച്ച് സംസാരിക്കാം. ആരെയും മോശപ്പെടുത്താതെ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ വശം മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ളവരുടെ ഭാര്യമാരെങ്കിലും അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഒന്ന് കാത്തിരിക്കൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് കാത്തിരിക്കുക. നമുക്ക് വീഡിയോകളൊന്ന് ഫോളോ ചെയ്തിരുന്നാൽ മതി. എന്തായാലും പറയാം, ഫേസ്ബുക്കിലും ഞാനത് പറയാം. ഇന്ന് ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കച്ചവട രംഗത്ത് 2 സ്ഥാപനങ്ങളുടെ മത്സരമാണ് ഞാൻ കണ്ടത്. നമ്മുടെ കേരളത്തിൽ അറിയാലോ, എല്ലാവർക്കും സാമ്പത്തിക ടൈറ്റാണ്, ബുദ്ധിമുട്ടാണ് എല്ലാവരും. കച്ചവട സ്ഥാപനങ്ങളൊക്കെ കച്ചവടം കുറവാണ്. എന്നാൽ ചിലർക്കൊക്കെ നല്ല കച്ചവടം ഉണ്ട് താനും. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ചില സ്ഥാപനങ്ങളിൽ കച്ചവടം കൂടുന്നത്, ചില സ്ഥാപനങ്ങളിൽ കച്ചവടം കുറയുന്നത്? ചിലർക്ക് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടാവും, അത്രയധികം പാരമ്പര്യം ഉണ്ടായിട്ടും കച്ചവടം കുറയുന്നു. ചിലർ മിനിഞ്ഞാന്ന് പൊട്ടിമുളച്ചതായിരിക്കും, അവർ കോടികളുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ഉദാഹരണം പറയാം. കച്ചവടത്തിൽ വിജയിക്കണമെന്നുള്ളവർക്കും ഈ സമൂഹത്തിൽ പ്രശോഭിക്കണമെന്നുള്ളവർക്കും ഒക്കെ ഇത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമ്മൾ ഒരു കടയെ ലക്ഷ്യമാക്കി പോകണം. അവിടെ വലിയ തിരക്കാണ്, വലിയ കടയാണ്, ഒരുപാട് സെലക്ഷനൊക്കെ ഉള്ള ഒരു കട, ഒരു പുതിയ കട. അപ്പോൾ തിരഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് മറ്റൊരു പീടികേൻ്റെ മുന്നിൽ കൂടെയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെയും അത്യാവശ്യം സെലക്ഷനുണ്ട്, വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ തിരക്ക് കുറവാണ്. നമുക്ക് 2 തോന്നലുകൾ തോന്നാം. 2 തോന്നലുകൾ. ഒന്ന്, നമുക്ക് ഇവിടെ എന്ത് കയറിയാൽ എന്താ, നമുക്ക് ഡ്രസ്സല്ലേ ആവശ്യമുള്ളത്, അവിടെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് കയറിയിട്ട് ഇവിടെ നിന്ന് വാങ്ങി യാതൊരു ഉന്തും തള്ളും തിരക്കും ഇല്ലാതെ ഇവിടെ നിന്ന് വാങ്ങി അങ്ങ് പോയാൽ പോരെ. ഇവിടെ കയറി വാങ്ങാമല്ലോ, നമുക്ക് സാധനം കിട്ടിയാൽ പോരെ. പരമാവധി 1 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ വാങ്ങും, അത് ഇവിടെ നിന്ന് വാങ്ങൂല. അപ്പോൾ അത് ഇവിടെ നിന്ന് വാങ്ങിയാലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയാലത് നമുക്ക് പെട്ടെന്ന് പോകാമല്ലോ. മറ്റേ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആവും, ഉന്തും തള്ളും ബഹളവും. വേണ്ട, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് കയറാം. രണ്ടാമത്തെ തോന്നൽ എന്ന് പറയുന്നത്, എന്തിനാ ഈ ആൾ മനുഷ്യനും ഇല്ലാത്ത ഇവിടെ കയറേണ്ട ആവശ്യം? അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ സെലക്ഷൻ ഉണ്ടാവും, നല്ല ആൾക്കാരും ഉണ്ട്, നല്ല പെരുമാറ്റവും കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് വൈകിയാലും നല്ല രീതിയിൽ സാധനം എടുത്ത് പോകാം, മനസ്സിന് സംതൃപ്തിയുള്ള സാധനങ്ങൾ എടുത്ത് പോകാമല്ലോ. പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് സിനിമാ നടിമാരാരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണാം, നടന്മാർ വരികയാണെങ്കിൽ അവരെ നമുക്കൊന്ന് കാണാം, കാര്യം ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട് വേണമെന്നല്ല അങ്ങോട്ടും പോകാം. ഈ 2 തോന്നലും തോന്നാം. നമുക്കാണ് ഈ 2 തോന്നലും തോന്നുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ 2 തോന്നലും നമ്മളെ കൊണ്ട് തോന്നിക്കുന്നത് നമ്മുടെ മനസ്സല്ല. ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ വിമർശനം ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ റീസൺ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തർക്കങ്ങളും വിതർക്കങ്ങളും ആക്ഷേപങ്ങളും തെറിവിളികളും ഒക്കെ ഉണ്ടാവും. എന്തിനാണ് വെറുതെ നമ്മൾ പരസ്പരം വെറുപ്പുണ്ടാക്കുന്നത്? പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് വ്യക്തിപരമായി എല്ലാവർക്കും പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ബിസിനസ് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. യൂട്യൂബ് വീഡിയോയിലൂടെ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുകയും ചെയ്യില്ല. അത് മാത്രമല്ല, പറയുമ്പോൾ മുഴുവനായിട്ട് പറയണമല്ലോ. മുഴുവനായിട്ട് പറയുമ്പോൾ ഒരു ക്ലാസ്സായി മാറും. ചിലപ്പോൾ ഒരു 2-3 മണിക്കൂർ നീളമുള്ള ഒരു വീഡിയോ ആയി പോവും. അതാരും കാണുകയുമില്ല. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയാത്തത്. നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ തോന്നിക്കുന്നത് ആ ഷോപ്പിലിരിക്കുന്ന ആൾക്കാരാണ്. ആദ്യത്തെ ഷോപ്പിൻ്റെ മുന്നിലെത്തുമ്പം നമുക്കിവിടെ കയറി വാങ്ങാം എന്ന് തോന്നിക്കുന്നതും, വേണ്ട ഇവിടെ കയറേണ്ട അങ്ങോട്ട് പോകാം എന്ന് തോന്നിക്കുന്നതും ആദ്യത്തെ ഷോപ്പുകാരനാണ്. സത്യമാണത്. ഇതിന് നിങ്ങളുടെ ലൈഫിലുണ്ടായ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ലൈഫിലുണ്ടായ ഒരു തെളിവ് മാത്രം ഞാൻ തരാം. നിങ്ങളുടെ ലൈഫിലുണ്ടായതാണ്. അതായത്, നിങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറയുകയാണ്, നിന്നെക്കുറിച്ച് ഇത് ഇപ്പോൾ പറഞ്ഞ് നാക്കടുത്ത് അകത്ത് വെച്ചിട്ടുള്ള ഒട്ടുക്കത്തെ ആയുസാണ് നിനക്ക്. ഇത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഫോൺ വിളിക്കാനായിട്ട് ഡയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഫോൺ ഇങ്ങോട്ട് വരും. അപ്പോൾ നിങ്ങൾ പറയും, നിന്നെ വിളിക്കാൻ ഞാൻ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ഫോൺ എടുത്തിട്ട് പറയും, നിന്നെ വിളിക്കാൻ ഞാൻ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. മനസ്സിലായല്ലേ? ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതല്ലേ? ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താൻ പറ്റും. ഇതിലാണ് കാര്യമിരിക്കുന്നത്. അതായത് നമ്മൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് തന്നെ ഒരു കട, നമ്മുടെ മുന്നിലേക്ക് പോകുന്ന ആൾക്കാരെ ഒന്ന് കയറി സാധനങ്ങൾ എടുത്തു പോകാൻ, അവർ സാധനം വാങ്ങാൻ വന്നവരാണെങ്കിൽ അവർ സ്വമേധയാ കയറി സംതൃപ്തിയോടെ അത് വാങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കും. കച്ചവടക്കാരായി നമുക്ക് സാധിക്കും. ഞാനത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റൈലുകളുടെ പേര് പറയുന്നില്ല. 2 ടെക്സ്റ്റൈലുകൾക്ക് ഞാനത് ആ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഒരിക്കൽ ഒരു ടൗണിലുള്ള ഒരു ടെക്സ്റ്റൈലിൽ ചെന്ന് കയറി. ഏതാണ്ട് 200ഓളം സ്റ്റാഫുകളുണ്ട്, 3 നിലകളിലായി, അത്രത്തോളം സാധനങ്ങളുമുണ്ട്.
പാർക്കിങ്ങും ഉണ്ട്, ഒരു അടിപൊളി ടെക്സ്റ്റൈൽ. അവിടെ പക്ഷേ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ചിലരുടെ രീതികൾ, കസ്റ്റമർ എൻഡിലെ ചില പെരുമാറ്റങ്ങൾ, ആളൊക്കെ ക്ലിയറാണ്, എല്ലാവരും നല്ല സ്വഭാവക്കാരാണ്. പക്ഷേ ചിലർ അവിടെ അല്ല ഇരിക്കേണ്ടത്, അങ്ങനെയല്ല ഓരോരുത്തരും വെക്കേണ്ട സ്ഥലത്തല്ല വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ അവരോട് ആ കാര്യം പറഞ്ഞു. ചില പ്ലേസ്മെൻറ്റുകൾ മാറ്റം വരുത്താൻ പറഞ്ഞു. അവരെന്നെ ആക്ഷേപിച്ചു വിട്ടു. അവരൊക്കെ നല്ല ആൾക്കാരാണ്, ഞങ്ങൾ നോക്കി കണ്ടും വെച്ചതാണ്. നിങ്ങൾക്ക് സാധനം വാങ്ങാൻ വന്നാൽ വാങ്ങിക്കൊണ്ട് പോയാൽ പോരെ. ശരിയാണ്, സാധനം വാങ്ങാൻ വന്നാൽ ഞാൻ സാധനം വാങ്ങി പോയാൽ മതി, അതവിടെ വെറുതെ അവരോട് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഇറങ്ങിപ്പോന്നു. ഏതായാലും ഇന്ന് ആ സ്ഥാപനമില്ല. ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു 10 വർഷം മുമ്പാണ്. ഒരു 2 വർഷം 3 വർഷം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥാപനത്തിൽ വീണ്ടും എന്തോ സാധനം വാങ്ങാൻ ചെന്നപ്പോൾ 2 സ്റ്റാഫേ ഉള്ളൂ. 3 നിലയ്ക്ക് കൂടി 2 സ്റ്റാഫ്, ആകെ ബില്ലടിക്കാനും സാധനം എടുത്തു കൊടുക്കാനും എല്ലാത്തിനും കൂടി ആകെ 2 സ്റ്റാഫ്. പിന്നീട് പകുതി പൈസ ആദായ വിലയ്ക്ക് ബോർഡ് വെച്ചു. പിന്നീട് അത് പൂട്ടി. ഇന്നത് മറ്റൊരു മെഡിക്കൽ സ്ഥാപനമാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യം അവരോട് പറഞ്ഞതാണ് ഇത് സംഭവിക്കുമെന്നുള്ളത്. അതിൻ്റെ റീസൺ എനിക്കറിയാമായിരുന്നു. സമാന രംഗത്ത് ഒരു പാർക്കിങ്ങും ഇല്ലാത്ത, യാതൊന്നുമില്ലാത്ത മറ്റു ടെക്സ്റ്റൈൽ അവിടെ ഉണ്ടായിരുന്നു. ആരോ പറഞ്ഞു കൊടുത്തു ഇത്തരത്തിൽ ചില സൈക്കോളജിക്കൽ ടൂളുകളുണ്ട്, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവർ വീട്ടിൽ തിരഞ്ഞു വന്നു. അടുത്ത് തന്നെയാണ് 2 സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ആ 2 സ്ഥാപനങ്ങളുടെയും ഏതാണ്ട് 200 വീതം സ്റ്റാഫുകളുള്ളത്. 200 സ്റ്റാഫുകളെ 2 സ്ഥാപനങ്ങളിൽ നിന്ന് 100 സ്റ്റാഫുകളെ വീതം എടുത്തിട്ട് രാവിലെ മുതൽ ഉച്ചവരെയും മറ്റ് 200 പേരെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെയും നമ്മൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വരുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അവർക്ക് ഇഷ്ടപ്പെടുന്ന കളറുകൾ ഏതൊക്കെ ആയിരിക്കും, ഒരാളെ കാണുമ്പോൾ അറിയാം അയാൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് എടുത്ത് കൊടുക്കേണ്ടതെന്ന് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള സാധനങ്ങൾ എടുത്തു കൊടുക്കും. ഇത് പറയാൻ കാരണം എന്നറിയാം, എന്നെ കാണുന്ന നിങ്ങൾ പല ടെക്സ്റ്റൈലുകളും പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ കണ്ടിട്ട് സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവിടെ നിൽക്കുന്ന ആളിന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത് ഏതാണ് എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല, അവർക്കത് എടുത്തു തരാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്, പക്ഷേ അത് അവർക്ക് ഇഷ്ടമുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ്, നിങ്ങൾക്ക് ഏത് തരമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത്തരം തുണിത്തരങ്ങളുടെ ഒരു നിര നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് നിരത്തി തരും അവർ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ടാവും. നിങ്ങൾ പുറത്തിറങ്ങി പറയുന്നത് ചെറിയ കടയാണെങ്കിലും അവിടെ വലിയ സെലക്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള സംതൃപ്തിയോടെ കിട്ടും എന്ന നിലയിൽ പറ്റും. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളുണ്ട്, ചില സൈക്കോളജിക്കൽ മൂവ്മെൻറ്റുകളുണ്ട്. അത് യു ക്യാൻ വിൻ ഐ ക്യാൻ വിൻ എന്ന് പറയുന്ന ബിസിനസ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും കൊണ്ടൊന്നും ഇത് നടക്കില്ല. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി പെരുമാറിയാൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ബിസിനസ് വളർച്ച ഉണ്ടാകും. ഇപ്പോൾ ഇന്നലെ ഞാനൊരു റീല് കണ്ടു, ഇതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. അതിലൊരു റീല് കണ്ടപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രൊമോഷനായിട്ട് സ്വന്തം റീല് കണ്ടപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതായിട്ടും ഒരു നെഗറ്റീവ് ഫീലാണ് എനിക്ക് ചെയ്തത്. ഞാൻ അതിൽ കണ്ട നമ്പറിലേക്ക് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദിത്വമാണ്. നമ്മൾ ഇത് കാണുമ്പോൾ വെറുതെ യൂട്യൂബിലൂടെ തള്ളിവിടൽ മാത്രമല്ല ചെയ്യുന്നത്. അവരെ വിളിച്ചിട്ട് മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അതിൽ പാകപ്പഴ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഉത്തരവാദിത്വമാണത്. തേഞ്ഞു പോകണ മുതലൊന്നും അല്ലല്ലോ നമ്മൾ 2 വാക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അവർക്ക് താല്പര്യമുണ്ട്, കേട്ടിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ഞാനത് ചെയ്തു. അവർ ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്നതാണ്. പക്ഷേ നമ്മുടെ ബിസിനസ് സ്ഥാപനം വളരണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടത്, എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും MBA പഠിച്ചാലൊന്നും കിട്ടുന്ന സാധനമല്ല, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പറിൽ ഇതൊന്നും കിട്ടൂല. ഇത് മാത്രം എൻ്റെ പ്രിയപ്പെട്ട കച്ചവടക്കാർ മനസ്സിലാക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും കൊണ്ടുവരേണ്ടത്. വ്യക്തികൾ പലവിധമാണ്, പല ക്യാരക്ടേഴ്സാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മളെപ്പോലെയല്ല അവരൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മതി. ഈ വീഡിയോ ഫോളോ ചെയ്തിരുന്നാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഷയങ്ങൾ ഞാൻ ഇതിനകത്ത് വീണ്ടും പറയും. പിന്നെ അതല്ല എവിടെയെങ്കിലുമൊക്കെ ഇത് സംബന്ധിച്ചിട്ടുള്ള ക്ലാസ്സുകൾ വരണമെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം. Different angles. Don't forget to subscribe and support this channel.